ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവൻ അനുഭവിച്ച 3 യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഇത് പഠിക്കുമ്പോൾ ഓർത്തോണം, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലും കേൾക്കുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ ഇതേ അനോയിന്റിങ്, പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന അതേ അഭിഷേകം അതിശക്തമായിട്ട് നിറയും. ഒന്നാമത് പരിശുദ്ധ അമ്മ അവരോട് പറഞ്ഞു കൊടുത്തു, മക്കളെ, വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ വഴിയറിയാതെ വിഷമിച്ചു നിൽക്കുന്ന ഒരു ഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമ്മളെപ്പോലെ തന്നെ ജീവിതത്തിൽ വല്ലാണ്ട് വിഷമിച്ച് ചോദ്യം ചോദിച്ച് അസ്വസ്ഥപ്പെട്ടിരുന്നു. വചനം വായിക്കാം. സെന്റ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 29. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഇത് തന്നെയല്ല നമ്മുടെ കാര്യവും. ചില കാര്യങ്ങൾ ഒന്നുമേ മനസ്സിലാവുന്നില്ല. അച്ഛ, ഇതെന്താ അച്ഛ ഇങ്ങനെ? എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ അച്ഛ ഇങ്ങനെ? അച്ഛ, എൻ്റെ കൂട്ടത്തിലൊക്കെ ഉള്ളവർക്കും എൻ്റെ ഇടവകയിലൊക്കെ എൻ്റെ പ്രായത്തിലുള്ള എന്തോ സന്തോഷമായിട്ട് ചെയ്യും, സങ്കടം സഹിക്കാൻ പറ്റണില്ല അച്ഛ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ഭാരം അങ്ങനെയല്ലേ? ചില കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധ മറിയം ഇതുപോലെ തന്നെ ഒന്നും മനസ്സിലാകാതെ പരിഭ്രമിച്ചു നിന്നൊരു ഘട്ടമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തത് ആരാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ നിലപാട് മാറി. മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് പരിശുദ്ധ അമ്മയ്ക്ക് കൃപ ലഭിച്ചു. പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെട്ട ഒരു കാര്യം എന്നാണെന്നറിയോ? ഇറ്റ് ഈസ് എ മിസ്റ്ററി. ഇതൊരു മിസ്റ്ററിയാണെന്ന്, ഇതൊരു രഹസ്യമാണ്. എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്നില്ല. ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ ഒരു വലിയ രഹസ്യമാണ്, നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികളുടെ മുമ്പിൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചോണം, നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ ചില പരാജയങ്ങളും ദുഃഖങ്ങളും തോൽവികളും ഉണ്ടായത് എന്തിന്? നീ കടന്നുപോയി ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞത് എന്തിന്? നിന്റെ ജീവിതത്തിൽ ആരുമില്ല എന്ന് നിനക്ക് തോന്നിയില്ലേ? അവഗണിക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായില്ലേ? എന്തിനാണെന്നറിയോ? കർത്താവ് നിന്നെ ഒന്ന് ബലപ്പെടുത്തിയതാ. ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന്. നിനക്ക് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ വിശ്വസിച്ചോണം, കർത്താവ് അറിയാതെയല്ലെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നു? വൈ ക്വസ്റ്റ്യൻ മാർക്ക്. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് തെളിയിച്ചു തരും. സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. നിന്ന് നീ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ മറുവശം എന്തെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവറി ഡിസപ്പോയിന്റ്മെന്റ് ഇറ്റ് ഈസ് ഹിസ് അപ്പോയിന്റ്മെന്റ്. നീ ഇന്ന് കടന്നു പോകുന്ന ഏത് ഡിസപ്പോയിന്റ്മെന്റ് ആയിക്കൊള്ളട്ടെ, ഇറ്റ് ഈസ് ഹിസ് അപ്പോയിന്റ്മെന്റ്. ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആണ്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണെന്ന് നീ വിശ്വസിക്കൂ. നിന്റെ ജീവിതത്തിൽ ഇന്നുള്ള ഏത് അനുഭവത്തെയും ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ നീ വല്ലാണ്ട് ഭാരപ്പെടും. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ധ്യാനം കൂടാൻ വന്നപ്പോഴത്തേക്ക് സങ്കടപ്പെട്ട് പറഞ്ഞൊരു ചോദ്യം, അച്ഛാ, ഞാനൊരു ബിസിനസ്സുകാരനാണ്, എൻ്റെ കുടുംബം പേരുകെട്ട കുടുംബമാണ്, പക്ഷെ അച്ഛാ ഒരു വലിയ സങ്കടത്തിലാണ്, കുഞ്ഞില്ല. അച്ഛാ, ഞാനും എൻ്റെ ഭാര്യയും ആരോഗ്യവതരാണ്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്, പക്ഷേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ഇതെന്താ ഇങ്ങനെ? അച്ഛാ, എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, സഹോദര, ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടും, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്ന്. ധ്യാനം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് മനസ്സിലായി അച്ഛാ, എനിക്ക് എന്തുകൊണ്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, എന്ത് മനസ്സിലായെന്ന്? അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാനേ ഒരു നല്ല അപ്പനാകാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു അച്ഛാ. ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ മനസ്സിലായി, ഉദരഫലം തമ്പുരാന്റെ സമ്മാനം, ഞാൻ അതിനുവേണ്ടി ഒരുങ്ങണം,
ആത്മീയമായിട്ട് ഒരുങ്ങണം. അച്ഛാ ഞാൻ ഒരുങ്ങുക, ഞാനൊരു അപ്പനാകാൻ വേണ്ടി ഒരുങ്ങുന്നു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നൽകും. ഇത് പറഞ്ഞ് ഈ മനുഷ്യൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ ആലയത്തിൽ തന്റെ കുഞ്ഞിനെയും കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് നീ അനുഭവിക്കുന്ന ഓരോ സങ്കടം എനിക്ക് മനസ്സിലാകുന്നില്ല, വിഷമിക്കേണ്ടെന്ന് പരിശുദ്ധ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് നിന്നെപ്പോലെ തന്നെ വല്ലാണ്ട് വിഷമിച്ച് നിന്ന് ചോദിച്ച ചോദ്യം. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലായത് ആരെ കൂട്ടിന് പിടിച്ചപ്പോഴാ? പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലായി, ഇറ്റ് ഈസ് എ മിസ്റ്ററി, ഇതൊരു ദൈവീ രഹസ്യമാണ്. നിന്റെ കുടുംബ ജീവിതത്തിലും നിനക്ക് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെ മുമ്പിലും കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ആരെ കൂട്ടിന് പിടിക്കണം? പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിക്കണം. പരിശുദ്ധ അമ്മ ദേ നമ്മുടെ മുമ്പിൽ ധ്യാനിപ്പിക്കുവാണ്. പരിശുദ്ധ അമ്മ, മക്കളെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കി കിട്ടും. 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കണ്ണടച്ച് 2 കരങ്ങളും തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, ആ മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചോളൂ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന അതേ അഭിഷേകം എൻ്റെ മേലും വേണം. നിന്റെ കുടുംബത്തിൽ നിനക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ, നിന്റെ കുടുംബത്തിൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. ഇന്ന് നീ അനുഭവിക്കുന്ന ഒരു സാമ്പത്തിക തകർച്ച നിനക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ മാത്രം ഇങ്ങനെ? നീ വിഷമിക്കേണ്ട, പരിശുദ്ധാത്മാവ് നിന്നെ മനസ്സിലാക്കി തരും. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ. കണ്ണടച്ച് പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം അനുഭവിക്കുന്നവരുണ്ടല്ലോ, ഓൺലൈനൊക്കെ പ്രാർത്ഥിക്കുന്നവര് പ്രാർത്ഥിച്ചോളൂ. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ? കർത്താവ് നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഒരുക്കും. ജോലി തടസ്സം അനുഭവിക്കുന്നവര്, വിദ്യാഭ്യാസ മേഖലയിൽ തടസ്സം അനുഭവിക്കുന്നവര്, കുടുംബ ബന്ധങ്ങളിൽ തടസ്സം അനുഭവിക്കുന്നവര് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഒരു പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ നിറയണമേ. തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരൊറ്റ വിളി, പരിശുദ്ധാത്മാവേ. ആരാധന 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 ആരാധന. പരിശുദ്ധ അമ്മ അവർക്ക് പറഞ്ഞു കൊടുത്ത ആദ്യത്തെ പാഠം അതാണ്. പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. ഇറ്റ്സ് എ മിസ്റ്ററി, സത്യത്തിന്റെ പൂർണ്ണതയാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഹൗ എങ്ങനെ സംഭവിക്കും? ബുദ്ധി കൊണ്ട് ചോദിച്ചു കൊണ്ടിരുന്ന ഒരു ചോദ്യം നമ്മുടെയൊക്കെ ജീവിതത്തിലും വളരെ സ്വാഭാവികമാണ്. ഈ ഒരു ചോദ്യം എങ്ങനെ സംഭവിക്കും? ജീവിത പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബുദ്ധി കൊണ്ട് അളന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയല്ല. ചാൾസ് ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ഞാൻ വായിച്ചു. ഇയാൾ ഒരു ബഹിരാകാശ യാത്രികനാണ്. ഇയാള് ചന്ദ്രനിൽ പോയിട്ട് 3 വട്ടം ചന്ദ്രനിൽ അവിടെ ഉപരിതലത്തിൽ നടന്ന് റെക്കോർഡ് സൃഷ്ടിച്ച ഒരു അമേരിക്കക്കാരന്, വലിയൊരു സെലിബ്രിറ്റിയാണ് ചാൾസ് ഡ്യൂക്ക്. ഇയാള് വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ട് ബഹിരാകാശ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എന്തൊരു സ്വീകരണം എന്നറിയൂ. നാട് മുഴുവൻ സ്വീകരണം. പക്ഷെ ഇയാൾക്ക് ഈ സ്വീകരണവും ബഹളവും ബഹിരാകാശ യാത്രയൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്നും, ഇയാൾക്ക് അറിയാതെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരുന്നത് ഇയാളുടെ കുടുംബമാണ്.
ഇയാളുടെ ഭാര്യ ഇയാളോട് ചേർന്ന് പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. ഭർത്താവിന് പേരും പ്രശസ്തിയുണ്ട്, ഭാര്യ വീടിന്റെ അകത്തിരിക്കുക. ഈ ഭാര്യയുടെ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ വല്ലാതെ ഒരു വിള്ളല്. ഈ മനുഷ്യൻ ഈ ഒരു സംഭവത്തോടു കൂടി മാനസികമായിട്ട് തകർന്നു. ഇയാളെക്കുറിച്ച് വായിച്ചതിൽ എഴുതിയിരിക്കുന്ന 3 പ്രാവശ്യം ഇയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ബന്ധം അറ്റുപോകുന്ന ഘട്ടം. അങ്ങനെ ഇരിക്കും ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു ശുശ്രൂഷയ്ക്ക് വാ. അങ്ങനെ ഇയാളെയും ഭാര്യനെയും കൂടെ ഒരു സുവിശേഷ ശുശ്രൂഷയ്ക്ക് സുഹൃത്ത് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ ഇന്നൊരാൾ വചനം പ്രസംഗിക്കുന്നു. ഈ പ്രസംഗമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ബഹിരാകാശ യാത്രികന്റെയും ഭാര്യയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയുടെ അവസാനം യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ജീവിതത്തെ വീണ്ടും പണിതുയർത്താൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേൽക്കുക എന്നൊക്കെ ശുശ്രൂഷകൻ പറയുമ്പോൾ ചാൾസ് ഡ്യൂക്കും ഭാര്യയും കൂടെ എഴുന്നേറ്റ് നിന്നു. രണ്ടുപേരും കൂടെ മുൻവശത്തോട്ട് വന്നു, കൈ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളുടെ ബന്ധം ഒത്തിരി തകർന്നു പോയി. എനിക്ക് പേരും പ്രശസ്തിയുണ്ട്, പക്ഷെ എന്റെ കുടുംബത്തിൽ വല്ലാത്തൊരു തകർച്ചയുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കുന്നു. ഇയാള് ജീവിതം അവിടെ വെച്ച് പുനരാരംഭിച്ചു. ഇയാൾ ഒരു ചോദ്യം ഈ ലോകത്തോട് ചോദിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും വലിയ ദൂരം ഏതാണ്? ഇതാണ് ഇയാളുടെ ചോദ്യം. ഒരാൾക്ക് ഈ ഭൂമിയിൽ യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ ദൂരം ചന്ദ്രനിലേക്ക് എന്നൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇദ്ദേഹത്തെ പരിചയമുള്ള ഒരു ഉത്തരം പ്രതീക്ഷിച്ചത്. എന്നാൽ ഈ ചാൾസ് ഡ്യൂക്ക് എന്ന് പറഞ്ഞ മനുഷ്യൻ എന്താ പറഞ്ഞെന്നറിയോ? ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ദീർഘദൂരം യാത്ര ചെയ്ത് എത്തിച്ചേരേണ്ട ഇടം ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിങ്കിലേക്കുള്ള ദൂരമാണെന്ന്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഈശോ പഠിപ്പിച്ച 2ാമത്തെ പേര് ഒന്ന് വായിച്ചേ. ലൂക്കാസ് സുവിശേഷം 24:49. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി എന്നാണ് പറയുന്നത്. പവർ ഫ്രം എബവ്. ഉന്നതത്തിൽ നിന്ന് ശക്തി. ഈ ശക്തി സാധാരണപ്പെട്ട മാനുഷിക ശക്തിയല്ല, ഇത് സ്വർഗം നൽകുന്ന ശക്തിയാണ്. സ്വർഗം നൽകുന്ന ശക്തിയാണ്. ചോദിച്ച ചോദ്യം ഹൗ? എന്നാൽ പരിശുദ്ധമ്മയ്ക്ക് പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെട്ടത് ഇതൊരു മാനുഷികമായ കാര്യമല്ല, ഇതൊരു ദൈവീകമായ കാര്യമാണ്. പരിശുദ്ധമ്മ ഒരു വലിയ നിലപാടെടുത്തു. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 38-ാം തിരുവചനം എന്താണ്? മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. കണ്ടോ, കർത്താവിന്റെ ദാസി. ദാസി, സെർവന്റ്. ആരാണ് ഈ ദാസി എന്ന് പറഞ്ഞാൽ? ദാസി അഥവാ ദാസൻ എന്ന് പറഞ്ഞാൽ ആരാണ്? 2 കാര്യങ്ങളുണ്ട്. 1-ാമത്തെ കാര്യം എന്താണ്? ഓൾവേസ് റെഡി ടു ലിസൺ. അതായത് മാസ്റ്റർ പറയുന്നത്, യജമാനൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തി. ഒരു ദാസന്റെ, ഒരു ദാസിയുടെ 1-ാമത്തെ ക്വാളിറ്റി കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. ആര് പറയുന്നത്? യജമാനൻ പറയുന്നത് കേൾക്കണം. 2-ാമത്തെ കാര്യം, കേട്ടാൽ മാത്രം പോരാ, അത് ചെയ്യണം. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ ദാസി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഹിയർ ആഫ്റ്റർ യു സേ, ഓ മാസ്റ്റർ യു സേ, നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടോളാം, ഞാൻ എന്തും ചെയ്തോളാം. എത്ര പേര് ഇരിക്കണമെന്നറിയോ? എത്ര പേര് ഇരിക്കുന്നു? ആദ്യ പന്തക്കുസ്ത 120ഓളം പേര്. അവരെ ഇങ്ങനെ വട്ടം ഇരുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മ അവരെ പഠിപ്പിച്ചോണ്ടിരിക്കുക. മക്കളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചോണ്ടിരുന്നു, എൻ്റെ ബുദ്ധിക്ക് മനസ്സിലായില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 2-ാം പന്തക്കുസ്തായ്ക്ക് വേണ്ടി ചേർന്നിരിക്കുന്നവരെ പരിശുദ്ധ അമ്മ ഈ 2-ാം പന്തക്കുസ്തായുടെ നായികയായിട്ട് ഇവിടെ നിന്നുകൊണ്ട് എന്നെ നിന്നെയും പഠിപ്പിക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ ഇന്നത്തെ പ്രശ്നത്തെ നിന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിങ്കിലേക്കുള്ള ദൂരം. ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ? ഹാർട്ട്. ബുദ്ധി ഞാൻ പറഞ്ഞു കണക്ക് കൂട്ടുന്ന ഇടമാണ്, മാത്തമാറ്റിക്സ് ആണ്, ലോജിക്കാണ്. ഹാർട്ടിന്റെ പ്രത്യേകത എന്താ? ഹാർട്ട് സ്നേഹത്തിന്റെ ഇടമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വചനം വായിക്കുന്നത്. എന്ത്? അവളെല്ലാം തലയിൽ സംഗ്രഹിച്ചു എന്നാണോ? അല്ല, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയം ഈക്വൽ ടു ലവ്, ഹാർട്ട് ഈക്വൽ ടു ലവ്. സ്നേഹത്തിന്റെ ഇടമാണ്. സ്നേഹത്തിൽ പരിശുദ്ധ അമ്മ എല്ലാം ചേർത്ത് വെച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 3-ാമതായിട്ട് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന കാര്യം, 3-ാമതായിട്ട് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഇതെല്ലാം സംഭവിച്ചാലും ഇനി എൻ്റെ ജീവിതം വല്ലാത്തൊരു ട്രബിൾ ആയിരിക്കുമല്ലോ, വല്ലാത്തൊരു ഭാരമായിരിക്കുമല്ലോ. ഇനി ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത വിഷമം, വല്ലാത്ത ഭാരം. കാര്യമൊക്കെ ശരിയാ, എന്നാൽ ഇനി ഇപ്പം ഇതെങ്ങനെയാകും, ഇതൊക്കെ എങ്ങനെ ഇനി ജീവിക്കും, ഇതെങ്ങനെ മുൻപോട്ട് പോകും? കാര്യമൊക്കെ ശരിയാ,
പരിശുദ്ധാത്മാവ് വന്നെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെ എൻ്റെ ഉള്ളിൽ ഈ ട്രബിൾ കിടക്കുവന്നു, എന്നെ ഭാരപ്പെടുത്തുവന്നു, ഭാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ശക്തമായി പാടി നിർത്തിയ ഒരു കാര്യമുണ്ട്. ഏതാണെന്നറിയാവോ? ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 47-ാം തിരുവചനം ഒന്ന് വായിച്ചേ. എന്റെ ചിത്തം എന്റെ എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, തന്നെ എല്ലാം ഒത്ത നടുവില് പരിശുദ്ധ അമ്മ പറയാ എന്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടെന്ന്. ഇത്രയും വലിയ കൊടുങ്കാറ്റടിക്കുന്ന പ്രശ്നം കിടക്കുമ്പോ പരിശുദ്ധ അമ്മ പറയുവാണ് എന്റെ ഉള്ളില് വല്ലാത്തൊരു ആനന്ദമുണ്ട്. ഈ ആനന്ദം ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമോ? ഈ ആനന്ദം പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെ കിട്ടിയ ഒരാളെ കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചാലോ? അപ്പസ്തോല പ്രവർത്തനത്തിൽ പത്രോസ്ലീഹായെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വചനം വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം തൊട്ടൊന്ന് വായിച്ചേ. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെരോദോസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് ഇരു ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. കണ്ടോ എന്താ അവസ്ഥ? എന്റെ പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യനെ പരസ്യ വിചാരണയ്ക്ക് കൊണ്ടുവന്ന് നാളെ തൂക്കിക്കൊല്ലാൻ പോവാന്ന്. തീർന്നു. ഒരുത്തരെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയിട്ട് കാരാഗ്രഹത്തിൽ കൊണ്ട് ഇട്ടിരിക്കുന്നു. അവൻ അവിടെ കിടന്ന് എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു വന്ന്. ഈ മനുഷ്യൻ പിറ്റേ ദിവസം പ്രഭാതത്തില് കൊല്ലപ്പെടാൻ പോവുക. ഈ ആള് ഈ കാരാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ആർക്കാ അങ്ങനെ ഉറങ്ങാൻ പറ്റണേ? നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഒരു പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ വീട്ടിൽ കണ്ടിട്ടില്ലേ, മക്കൾക്കാണോ ഉറക്കമില്ലാത്തത്? അമ്മയ്ക്കാണോ? അമ്മയ്ക്കാ കൂടുതൽ. മക്കൾക്ക് കൂൾ, അവർക്കിതെന്ത്? അമ്മയ്ക്ക് ഞെരിവിരി, വിഷമം, നെഞ്ചരിച്ചില്, എൻ്റെ കൊച്ചേ എന്ന് പറഞ്ഞിരിക്കുക. കൊച്ചിന് ഇതൊന്നും വിഷമമല്ല. നമ്മുടെ വീട്ടിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമുക്കൊരു സ്ട്രഗിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കപ്രതി ഉണ്ടോ? എന്തൊരു ഭാരമാണ്. പക്ഷേ പത്രോസ്ലീഹായെ കുറിച്ച് വചനം പറയുന്നു, പത്രോസ്ലീഹ ഉറങ്ങുമായിരുന്നു. ഇനി നിങ്ങൾ ഒരു അടുത്ത വചനം കൂടെ വായിച്ചു നോക്കിയേ. അതായത് എങ്ങനെയുള്ള ഉറക്കാന്നറിയോ? ഒന്ന് വായിച്ചേ അടുത്ത വചനം. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിന്റെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. നോക്കിക്കേ, അതായത് ഈ പത്രോസിന്റെ മുമ്പില് മാലാഖ വന്ന് പ്രത്യക്ഷപ്പെട്ടെന്ന്, വലിയ പ്രകാശം നിറഞ്ഞു. എന്നിട്ട് ഈ പത്രോസ് അറിഞ്ഞില്ലെന്ന്. അപ്പൊ എന്ത് ചെയ്തു? വചനം പറയുന്നു, പാർശ്വത്തിൽ തട്ടി വിളിച്ചെന്ന്. ഇങ്ങനെ ഉറങ്ങാൻ പറ്റണമെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിൽ ഈ പ്രശ്നങ്ങളെല്ലാം നേരിടാൻ പറ്റിയ ഒരു ചങ്കുറപ്പും ഒരു ആനന്ദം ഉള്ളിലുണ്ടാവണം. ഈ ഭൂമിയിൽ എന്തെല്ലാം സംഭവിച്ചാൽ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ് ആനന്ദം. ഒരു സത്യക്രിസ്ത്യാനിയുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ് ആനന്ദം. പല പ്രശ്നങ്ങളുണ്ടാവും, എൻ്റെ ദൈവം അറിയാതെ എന്നിൽ ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആനന്ദം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഈശോ പഠിപ്പിച്ച 3-ാമത്തെ പേര്, എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരിക. സഹായകൻ, കംഫർട്ടർ, the third name for Holy Spirit. ഈശോ പഠിപ്പിച്ചത്, പരിശുദ്ധ അമ്മ അനുഭവിച്ചത്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് നിനക്ക് ആനന്ദിക്കാൻ പറ്റണമെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തുണ്ടാവണം? പരിശുദ്ധാത്മാവ് ഉണ്ടാവണമെന്ന്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശിഷ്യന്മാരെ, അവിടെ ഇരിക്കുന്ന ദൈവജനത്തെ 120ഓളം പേരെ ഇങ്ങനെ പരിശുദ്ധമ്മ പഠിപ്പിച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാ. മക്കളെ, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ പരിശുദ്ധാത്മാവിനെ? ഞാൻ അനുഭവിച്ചതാ. എൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു എങ്ങനെ സംഭവിക്കും, എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും എൻ്റെ ഭാവി ജീവിതത്തിൽ ഇതൊരു വലിയൊരു ദുഃഖമാവുമല്ലോ. എന്നാൽ എനിക്ക് മനസ്സിലാക്കി തന്നത്, ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചത്, എൻ്റെ ജീവിതത്തിലെ വിഷാദത്തെ ആനന്ദമാക്കിയത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ കാത്തിരുന്നാൽ അത് സംഭവിക്കും. അത് സംഭവിച്ചു. എന്ന് സംഭവിച്ചു?
അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1-ാം തിരുവചനം വായിക്കൂ പ്രിയപ്പെട്ടവരെ. പന്തക്കുസ്താ ദിനം അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കാറ്റടിച്ച അനുഭവം, തീ കത്തിയ അനുഭവം 4-ാം തിരുവചനത്തിൽ പറയുന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാരും ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചു. ആരിലൂടെ? പരിശുദ്ധ അമ്മയിലൂടെ. ഹല്ലേലൂയാ. നമ്മള് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നറിയോ? ഇതൊരു 2-ാം പന്തക്കുസ്തയുടെ ശുശ്രൂഷയാണ്. 2-ാം പന്തക്കുസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ആദ്യ പന്തക്കുസ്തയിൽ പഠിപ്പിച്ചതുപോലെ നമ്മളെ പഠിപ്പിക്കുന്നു. മക്കളെ, ഞാൻ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചതാണ്, അതേ അഭിഷേകം നിങ്ങൾക്ക് ഇരിക്കട്ടെ. അത് സ്വീകരിക്കാനുള്ള വലിയൊരു ചങ്കുറപ്പ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ആരാധനയുടെ സമയമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ ആരാധന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊരു ത്യാഗമായിട്ട് ഏറ്റെടുത്ത് മുട്ടുകുത്തണം. അതൊരു ത്യാഗമായിട്ട് ഏറ്റെടുത്ത് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്താൽ അതിൻ്റെ അഭിഷേകം ഇരട്ടിയായി നമുക്ക് അനുഭവിക്കാൻ പറ്റും. അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനേ വാഴ്ത്തും. ആരാധന ആരാധന പാടാം, ആരാധന ആരാധന. ഉരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിന്റെ ഭാഗമാം ശീലങ്ങളെ, ഉരിഞ്ഞു പോരാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിന്റെ ഭാഗമാം ശീലങ്ങളെ, കഴുകിയെന്നെ പുതുപുത്തനാക്കി കൽത്താരയിലെത്തിക്കണേ. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കണ്ണുനീരിൻ്റെ അനുഭവങ്ങളുണ്ട്. ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും അനുഭവങ്ങൾ, രോഗങ്ങളും പീഡകളും എന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു. കർത്താവേ, ഈ കണ്ണുനീരെല്ലാം കാണിക്കയായി ഒരു നിയോഗമായ നേർച്ചയായി അൾത്താരയിൽ സമർപ്പിക്കുന്നു. കാനായിൽ അങ്ങ് അത്ഭുതം പ്രവർത്തിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും പ്രവർത്തിക്കണമേ. നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കണ്ണീരു തോരാ ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുന്നിൽ. കണ്ണീര് തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു കാനായിൽ കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ. കർത്താവിന്റെ മുമ്പിലാണെന്ന് വിശ്വസിക്കൂ. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായി ഒരു അഭിഷേകത്തിന്റെ വാതിൽ തുറക്കുകയാണ്. 2-ാം പന്തക്കുസ്തായുടെ അഭിഷേകത്തിലാണ്. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണ്. വിശ്വസിച്ചു. തീയാ എന്നിൽ കത്തണമേ, കാറ്റാ എന്നിൽ വീശണമേ, മഴയാ എന്നിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ. തീയാ എന്നിൽ കത്തണമേ, കാറ്റാ എന്നിൽ വീശണമേ, മഴയാ എന്നിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ. തീയാ എന്നിൽ കത്തണമേ, കാറ്റാ എന്നിൽ വീശണമേ, മഴയാ എന്നിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ. ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷകരുടെ മേൽ ഇറങ്ങി വരട്ടെ. ഇപ്പോൾ തന്നെ ഇത് സംഭവിക്കട്ടെ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, യെസ്, 2-ാം പന്തക്കുസ്തയുടെ അഭിഷേകം. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ, നിറയണമേ
പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ആമേൻ. മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ നിറയണമേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, നിറയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. ലംബാരിയ റൂഹ, ദൈവശക്തി വെളിപ്പെടട്ടെ. ഭാരങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ, പ്രാർത്ഥനാ വരം ലഭിക്കട്ടെ. അസ്വസ്ഥതയുടെ എല്ലാ മനസ്സുകളെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. എന്റെ ജീവിതത്തിൽ ദുഃഖകരമായ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ആനന്ദമാക്കി മാറ്റും. കാരണം പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. പരിശുദ്ധാത്മാവ് സ്വർഗം തരുന്ന ശക്തിയാണ്. പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീയല്ലോ. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീ. കൈകൾ ഉയർത്തി കൈയടിച്ചാലോ. നിറയണമേ, നിറയണമേ, പാടി പാടി. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ ചേർന്ന്. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, പാടി പാടി. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ചേർന്ന്. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും പറന്നിറങ്ങട്ടെ, പറന്നിറങ്ങട്ടെ, പറന്നിറങ്ങട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ അതേ അഭിഷേകം നിന്റെ മേലും നിറയ്ക്കുന്ന സമയമാണ്. ആഴത്തിൽ എന്നോട് ഇടപെടണമേ, ആത്മാവിൽ എന്നോട് ഇടപെടണമേ. ദേ നിന്റെ മേൽ അതിശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയം. ഇത് രണ്ടാം പന്തക്കുസ്തയുടെ ശുശ്രൂഷയാണ്. ഈ പോട്ടാശ്രമത്തിൽ നിനക്ക് വേണ്ടി ദൈവം ഉയർത്തിയ ഒരു പുത്തൻ അഭിഷേകത്തിന്റെ പുത്തൻ പന്തക്കുസ്തയുടെ ശുശ്രൂഷയാണ്. എൻ്റെ സഹോദര സഹോദരി, അതുകൊണ്ടല്ലേ നീ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ വിശ്വസിച്ചോണം, നിന്റെ മേൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്ന സമയമാണ്. അസ്വസ്ഥപ്പെട്ട് നിൽക്കണ്ട, മറിച്ച് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. എൻ്റെ മേൽ ആഴത്തിൽ എന്നോട് ഇടപെടണമേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ, ആത്മാവിൽ എന്നോടും ഇടപെടണേ. ദൈവത്തിന്റെ ആത്മാവ് സംഭവിക്കട്ടെ. ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിൽ എന്നോട് ഇടപെടണമേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഓരോ വ്യക്തിയുടെയും ഇന്നത്തെ അവസ്ഥ ഏതാണോ അതിനെ ചേർത്ത് വെച്ചുകൊള്ളുക. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച അതേ അഭിഷേകം നിന്റെ മേലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ സമയമാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവ രീതികൾക്ക് മാറ്റം സംഭവിച്ചതുപോലെ നിന്റെ മേലും പരിശുദ്ധാത്മാവ് ഒരു പുത്തൻ അഭിഷേകം നൽകുന്ന സമയമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ കുടുംബത്തെ പ്രത്യേകമായിട്ട് ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ചേർത്ത് വയ്ക്കുക. ജീവിത പങ്കാളിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥത, ഭാരം, പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവരുണ്ടാകും. ഇപ്പോൾ ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധ തകർച്ചകൾ അനുഭവപ്പെടുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സ്നേഹം നൽകും, പരസ്പരം മനസ്സിലാക്കാനും അംഗീകരിക്കാനും കൃപ നൽകും. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അനേകരുടെ ചെവിയിൽ വന്ന് ചില ബോധ്യങ്ങൾ പറഞ്ഞു തരുന്നു, ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നീ ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ട് ജീവിക്കല്ലേ. നീ നിന്റെ പിടിവാശി വേണ്ട. നീ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും.
ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ളൊരു മനസ്സുണ്ടാവണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അനേകരെ, ഒന്നോ രണ്ടോ പേരല്ല, അനേകരെ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് അഭിഷേകത്തിൽ ആഴപ്പെടുത്തുന്നു. ആഴത്തിൽ എന്നോട് ഇടപെടണമേ പരിശുദ്ധാത്മാവേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിൽ ഇടപെടണമേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. ഓ പരിശുദ്ധാത്മാവേ, ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിൽ എന്നോട് ഇടപെടണമേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ശാരീരിക രോഗപീഠകളാൽ വിഷമിക്കുന്ന ഓരോ വ്യക്തിയെയും ചേർത്ത് വെക്കുന്നു. നിന്റെ ശരീരത്തിന്റെ രോഗപീഠകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഒരുപക്ഷെ ചില പാരമ്പര്യ രോഗപീഠകളിൽ വിഷമിക്കുന്നവരുണ്ടല്ലോ, പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ. പരിശുദ്ധാത്മാവ് നിന്നെ സൗഖ്യപ്പെടുന്ന സമയമാണ്. ഒരുപക്ഷെ ഡോക്ടർമാർ വിധി എഴുതി നിന്റെ ജീവിതത്തിൽ ഈ മരുന്ന് നീ ജീവിത അവസാനം വരെ കഴിക്കണം, നിന്റെ ജീവിതത്തിൽ നീ ഈ രോഗവുമായിട്ട് വലയും. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇപ്പോൾ നീ വിശ്വസിക്കൂ, പരിശുദ്ധാത്മാവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. അത്ഭുതകരമായ സൗഖ്യം ഒഴുകുന്നു. മാനസികമായ ദുഃഖങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മാനസിക പിരിമുറുക്കങ്ങൾ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയം. പരിശുദ്ധാത്മാവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. മാനസിക ദുഃഖങ്ങളും പിരിമുറുക്കങ്ങളും സമർപ്പിക്കുക. കർത്താവിന്റെ ആത്മാവ് നിന്റെ കുടുംബത്തിൽ ഇടപെടുന്നു. കർത്താവിന്റെ ആത്മാവാണ് അനുഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തിയിലും കർത്താവ് അഭിഷേകം നൽകുന്നു, വിശുദ്ധി നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദൈവജനവും രണ്ട് കരങ്ങളും ഈ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. നമ്മുടെ പ്രാർത്ഥന അത്ഭുതകരമായ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ മക്കള് വിദേശത്തോ സ്വദേശത്തോ പല സ്ഥലങ്ങളിൽ ഹോസ്റ്റലുകളിലും പഠന കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും. ഇവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇവിടെ നിന്ന് നീ കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലയത്തിൽ നിന്ന് ഉയരുന്ന ശക്തി, അഭിഷേകം അവരിലേക്ക് കടന്നു ചെല്ലും. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുവചനം. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഇത് സംഭവിക്കട്ടെ. ഓ കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യരുടെയും പ്രീതിയിലും അങ്ങ് വളർന്നു വന്നതുപോലെ ഈ കുഞ്ഞുങ്ങളും വളരട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ മേൽ അത്ഭുതകരമായ കൃപകൾ ഒഴുകട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ രോഗപീഠകളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റണമേ. പഠന മേഖലകളിൽ ഏകാഗ്രതയും ശ്രദ്ധയും നൽകണമേ. നല്ല സ്നേഹബന്ധങ്ങൾ നൽകണമേ. തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് പരിശുദ്ധാത്മാവെ ഇവരെ സംരക്ഷിക്കണമേ. 2-ാം പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തില് ഈ ദൈവജനത്തിന്റെ മേൽ പരിശുദ്ധ അമ്മേനെ ചേർത്ത് വെക്കുന്നു. ഇതാ പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ സാന്നിധ്യം ഈ മക്കളിൽ നിറയപ്പെടട്ടെ. പരിശുദ്ധ അൽത്താരിൽ നിന്ന് ഒഴുകുന്ന കൃപ ഈ മക്കളിൽ നിറയപ്പെടട്ടെ. എല്ലാവരും ഈ മക്കൾക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ കുഞ്ഞുങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് കടന്നവരുണ്ട്. ഇവരുടെ സ്കൂള് പഠിക്കുന്ന വിഷയങ്ങള്, പഠിപ്പിക്കുന്ന അധ്യാപകര്, പഠന മേഖലകള്, പഠിക്കാൻ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ ഈ കുഞ്ഞുങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിങ്കിലേക്ക് കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി വലിയൊരു കാര്യം തീരുമാനമെടുക്കണം. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന അതേ അഭിഷേകം എൻ്റെ മേൽ അതിശക്തമായി വെളിപ്പെടട്ടെ. ആ വലിയ ആഗ്രഹത്തോടുകൂടെ കൈകൾ കൂപ്പി ഈശോയെ നോക്കി നമുക്ക് എല്ലാവർക്കും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന കർത്താവേ. ആരാധന, ആരാധന,
യേശുവേ ആരാധന. എൻ ദേശമുണർന്നു